ഹലോ നമസ്കാരം. അങ്ങനെ നമ്മൾ ലോകകപ്പിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഒരല്പം അപ്രതീക്ഷിതമായിട്ട് സൗത്ത് ആഫ്രിക്കയാണ് കയറിയിട്ടുള്ള ഫൈനലിലേക്ക് ഇന്ത്യയോടൊപ്പം. രണ്ട് ടീമുകളും മികച്ച ടീമുകൾ തന്നെയാണ്. രണ്ട് പേർക്കും വിജയസാധ്യതയുണ്ട്. ഏറ്റവും ഡിസേർവ്ഡ് ആയിട്ടുള്ള അർഹിക്കുന്ന ആളുകൾ തന്നെയാണ് ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം രണ്ട് ടീമുകളും ഇതുവരെ കളിച്ച മത്സരങ്ങളൊന്നും തോറ്റിട്ടില്ല. നമ്മൾ ഈ സൗത്ത് ആഫ്രിക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ആദ്യമായിട്ടാണ് ഒരു മേജർ ICC ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലെത്തുന്നത്. 1998 ഹാൻസി ക്രോണിയയുടെ ടീം ഒരു മിനി ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലേക്ക് എത്തുന്ന ആദ്യമായിട്ടാണ്. പലപ്പോഴും സെമിയിൽ കാലിടറുന്ന ഒരു ടീമായിട്ട്, നിർഭാഗ്യങ്ങളുള്ള ഒരു ടീമായിട്ടാണ് അവർ കണ്ടിരുന്നത്. 1992 ലോകകപ്പിൽ വർണ്ണ വിവേചനമെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന് കെപ്ലർ വെസൽസിൻ്റെ കീഴിൽ മത്സരിച്ച 92 ലോകകപ്പിൽ വളരെ വിചിത്രമായൊരു മഴ നിയമമായിരുന്നു അന്നുണ്ടായിരുന്നത്, ഡെക്വർത്ത് ലൂയിസ് വരുന്നതിന് മുമ്പ്. അന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെതിരെ ഒരു ബാറ്റ് ചെയ്യുമ്പോൾ ഡേവിഡ് റിച്ചർഡ്സണും മാക്മില്ലനും ആയിരുന്നു വന്ന് ബാറ്റ് ചെയ്തിരുന്നത്. 13 പന്തിൽ 22 റൺസ് വേണം എന്ന നിലയിൽ നിന്ന് അവർക്ക് വേണമെങ്കിൽ വിജയിക്കാമായിരുന്നു. ആ നിലയിൽ നിന്ന് മഴ മാറിയപ്പോഴേക്കും ഒരു പന്തിൽ 21 റൺസ് എന്ന ഒരു വിചിത്രമായ രീതിയിലേക്ക് അത് മാറി. അന്ന് തുടങ്ങിയ ദക്ഷിണാഫ്രിക്കയുടെ ആ ഒരു ദൗർഭാഗ്യം പിന്നീട് 1999 സെമി ഫൈനൽ ഓസ്ട്രേലിയയുമായിട്ടാണ്. ഓസ്ട്രേലിയയുടെ പോരാട്ട വീര്യത്തെ മറികടക്കാനാവാതെ ലാൻസ് ക്രൂസ്നറും ഡൊണാൾഡും പിച്ചിൽ തളർന്നു വീണപ്പോൾ അവർ ടൈയായി ആ മത്സരം. ഗ്രൂപ്പ് സ്റ്റേജിലെ വിജയത്തിൻ്റെ ആധിക്യത്തിൽ ഓസ്ട്രേലിയ ഫൈനലിലേക്ക് മുന്നേറി. അവർ പിന്നീട് ചാമ്പ്യൻസുമായി. പിന്നീട് വരുന്ന 2003 ലോകകപ്പിലും ഏതാണ്ട് സമാനമായ ഒരു സംഭവമാണ്, മഴ സംഭവമാണ് വന്നത്. അന്ന് ശ്രീലങ്കയ്ക്കെതിരെ മുത്തയ്യ മുരളീധരൻ്റെ പന്തിൽ മഴ വരുന്നതിന് മുമ്പ് ഒരു റൺ മാത്രം നേടിയാൽ ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം മുന്നിലെത്താമായിരുന്ന സൗത്ത് ആഫ്രിക്കയ്ക്ക് ബാറ്ററായിട്ടുള്ള മാർക്ക് ബൗച്ചർക്ക് അത് അറിയാത്തതുകൊണ്ട് അദ്ദേഹം ഡിഫെൻഡ് ചെയ്തു. അതിന് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശമോ കാര്യങ്ങളോ വന്നിരുന്നില്ല. തൽഫലമായിട്ട് അവർ ആ വേൾഡ് കപ്പിൽ നിന്ന് എലിമിനേറ്റ് ആയി. പിന്നീട് 2015 അന്നും സെമി ഫൈനലിൽ മഴ കളിച്ച സമയത്ത് അന്ന് ശരിക്കും ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ വിജയലക്ഷ്യത്തെക്കാൾ കൂടുതലാണ് ന്യൂസിലാൻഡിന് എടുക്കേണ്ടിയിരുന്നത്. ആ ഒരു ദിവസം ഗ്രാൻഡ് എലിയട്ട് എന്ന് പറയുന്ന ദക്ഷിണാഫ്രിക്കക്കാരനായ ന്യൂസിലാൻഡ് പ്ലെയർ ഇന്നിങ്സ് ഓഫ് എ ലൈഫ് ടൈം കളിച്ച് ഒരു സെഞ്ചുറി അടിച്ച് അവരെ വീണ്ടും കരയിച്ചു. 2022 T20 ലോകകപ്പിൻ്റെ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ അലസത കാരണം മാത്രമാണ് അവർ എലിമിനേറ്റ് ആയത്. നെതർലാൻഡ്സിനെതിരെ ഒരു നോർമലായിട്ടുള്ളൊരു വിജയം മാത്രം മതിയായിരുന്ന അവർ 13 റൺസിന് പരാജയപ്പെട്ടു. അത് നെതർലാൻഡ്സിനെതിരെയാണ്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. എന്നാൽ ഇത്തവണ അവർ രണ്ടും കൽപ്പിച്ചു തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഇനി ഈ ടീമിൻ്റെ സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം വളരെ സ്ട്രോങ് ആണ്. പ്രത്യേകിച്ചും ബൗളിംഗ് യൂണിറ്റിൽ ജസ്പ്രീത് ബുംറ നയിക്കുന്ന ബൗളിംഗ് യൂണിറ്റിൽ സ്പിന്നർമാരൊക്കെ അരങ്ങ് വാഴുന്ന കാഴ്ച തന്നെയാണ്. കൂടെ ഹാർദിക് പാണ്ഡ്യയുമുണ്ട് വരുന്നത്. പിന്നെ ബാറ്റിംഗ് യൂണിറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും കണ്ടുവരുന്ന ചെറിയ ചില പോരായ്മകളുണ്ട്. പ്രത്യേകിച്ചും വിരാട് കോഹ്ലിയുടെ ഫോം ഔട്ടിനെ കുറിച്ച് ഇന്നലെ ദൂരദർശൻ ന്യൂസിൽ ആ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. വിരാട് കോഹ്ലിയുടെ ഫോം ഔട്ടിനെ കുറിച്ച്, ശിവൻ ദുബൈയുടെ ഒരു സ്ലോട്ടിനെ കുറിച്ച്. ഒരു ഫൈനലായതുകൊണ്ട് ദുബൈക്ക് പകരമൊക്കെ ഇനി ആളെ മാറ്റുമോ എന്നറിയില്ല. സഞ്ജു സാംസണൊക്കെ ഒരു അവസരമെങ്കിലും നൽകിയിരുന്നെങ്കിൽ, ഒരു പരീക്ഷണം എന്ന നിലയ്ക്കെങ്കിലും ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ ഒരു ലൈനപ്പിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ബാറ്റിങ്ങിൽ ഒരുപാട് പുലികളുണ്ട്. റീസ ഹെൻഡ്രിക്സ്, ക്വിൻ്റൻ ഡിക്കോക്ക്, മാക്രം, പിന്നെ ക്ലാസൻ, മില്ലർ, അങ്ങനെ പോകുന്ന മാർക്കോ യാൻസൺ വരെയുള്ള ഒരുപാട് നല്ല ഹിറ്റേഴ്സ് അവർക്കുണ്ട്. പക്ഷേ അവരുടെ ചില അലസതകൾ, ആ ഒരു അലസതയാണ് ബംഗ്ലാദേശിനെതിരെ ഗ്രൂപ്പ് സ്റ്റേജിൽ 4 റൺസിനും നേപ്പാളിനെതിരെ കഷ്ടിച്ചൊരു വിജയം, നേപ്പാളിൻ്റെ പരിചയക്കുറവ് കൊണ്ട് മാത്രമുണ്ടായ ഒരു വിജയത്തിനും, പിന്നെ സൂപ്പർ 8 വിറച്ച് വിയർത്ത് വിൻഡീസിനെതിരെ വിജയിച്ചതിനുമൊക്കെയുള്ള ഒരു കാരണം. അവരുടെ ബൗളിംഗ് യൂണിറ്റ് ആണെങ്കിൽ അതിശക്തമാണ്. കാഗീസോ റബാദ, ആൻഡ്രിക് നോക്കിയെ, മാർക്കോ യാൻസൺ, ടബറിഷ് ഷംസി, മഹാരാജ്, അങ്ങനെ പോകുന്ന അവരുടെ ബൗളിംഗ് യൂണിറ്റ് വളരെ ശക്തമാണ്.
അപ്പോൾ നാളത്തെ മത്സരം എന്തായാലും നല്ല ഫൈനൽ മത്സരം നല്ല തീപാറുമെന്ന് തന്നെ ഉറപ്പിക്കാം. അപ്പോൾ ഇത് കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും അവരവരുടെ പ്രിഡിക്ഷൻസ് പോസ്റ്റ് ചെയ്യാം. അതേപോലെ ദക്ഷിണാഫ്രിക്കയുടെ ആ ഒരു 1992 തൊട്ടുള്ള ആ കഥ പറഞ്ഞതിൻ്റെ ഓർമ്മകൾ അന്ന് കണ്ടവർക്കൊക്കെ ഷെയർ ചെയ്യാം. സോ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.